ഓക്കെ, നമ്മൾ ഡേറ്റാബേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, അതിനകത്ത് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ, ആ ടേബിളിൻ്റെ കറസ്പോണ്ടിങ് കണ്ടൻസ് ഡിസ്പ്ലേ ചെയ്യാൻ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കറസ്പോണ്ടിങ് ഓൺലൈനായിട്ട് അത് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ജാവയൊക്കെ ചെയ്ത സമയത്ത് കോഡ് ഷെഫ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കമ്പൈലർ എടുത്ത് അതിനകത്താണ് നമ്മൾ ചെയ്തത്. ഡേറ്റാബേസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് SQLFiddle.com എന്ന് പറയുന്ന സൈറ്റാണ്. SQLFiddle.com. അതിനകത്ത് 2 പോർഷനായിട്ടാണ് എഴുതുന്നത്. ക്രിയേറ്റ് ചെയ്യുന്നതും ഇൻസേർട്ട് ചെയ്യുന്നത്, ഓൾട്ടർ, അപ്ഡേറ്റ്, അതെല്ലാം നമ്മൾ ഈ സൈഡിലാണ് കൊടുക്കുന്നത്. കറസ്പോണ്ടിങ് അതിന് വേണ്ടുന്ന ക്വയറീസ്, ഇപ്പോൾ സെലക്ട്, ഡിലീറ്റ്, ഡ്രോപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് റൈറ്റ് ഹാൻഡ് പോർഷനിൽ കൊടുക്കും. അപ്പോൾ അവിടെ 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ താഴെ ബിൽഡ് സ്കീമ എന്ന് പറയുന്നത് കൊടുക്കും. സോ ബിൽഡ് സ്കീമ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ടേബിളിൻ്റെ ക്വറി എഴുതുമ്പോൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. പക്ഷേ ആ ടേബിൾ നമുക്ക് കാണാനും അതിനകത്ത് ഡിസ്ക്രിപ്ഷൻസ്, ടേബിളിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ നമ്മൾ സ്ട്രക്ചർ എന്നാണ് ഡിസ്ക്രിപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം SQLFiddle എന്ന് പറയുന്നത് ഓൺലൈനാണ്. സോ ആ ഓൺലൈനിൽ അതിൻ്റെ ലോക്കൽ സെർവറിനകത്താണ് ടേബിൾ പോയിട്ട് സേവ് ആവുന്നത്. സോ അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആ കറസ്പോണ്ടിങ് നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടേബിൾ അവിടെ നിന്ന് ലോസ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൺലൈൻ കമ്പൈലർ പോലെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് SQL എന്ന് പറയുന്നത്. ഓൺലൈൻ പോലെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് SQLFiddle.com എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഓരോ ക്വറീസ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്വറീസ് എഴുതുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ സെലക്ട് പോലെയുള്ള ഓപ്പറേഷൻസ്, അതിന് താഴെ റൺ ക്വറി അല്ലെങ്കിൽ റൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് താഴെ നമ്മൾ ചെയ്തതിൻ്റെ കറസ്പോണ്ടിങ് എന്താണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടുന്നത് അതിൻ്റെ താഴെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് SQLFiddle.com എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ക്രിയേറ്റ് എന്ന് പറയുന്ന കീവേഡ്, ടേബിൾ എന്ന് പറയുന്ന കീവേഡ്, ക്രിയേറ്റ് ടേബിൾ, ദെൻ നമ്മൾ കൊടുക്കുന്നത് ടേബിൾ നെയിം, നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ദെൻ അതിനകത്ത് നമ്മൾ കോളം 1 ഡേറ്റ ടൈപ്പ്, ദെൻ കോളം 2 ഡേറ്റ ടൈപ്പ്, അങ്ങനെ എത്ര കോളംസ് വേണമെങ്കിലും കൊടുക്കാം. ലാസ്റ്റ് സെമി കോളം. ഇത് കൊടുക്കുമ്പോഴാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ടേബിൾ നെയിം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ, നമ്മൾ ക്വസ്റ്റ്യനിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു ടേബിൾ. ദെൻ കോളം 1 എന്ന് പറയുന്നത് ആ ടേബിളിനകത്ത് കൊടുക്കുന്ന ഓരോ ഫീൽഡുകളാണ്, ഓരോ കോളമാണ് നമ്മൾ കോളം 1, അത് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്, ഡേറ്റ ടൈപ്പ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡേറ്റ ടൈപ്സ് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്, വാർക്യാർ എന്ന് പറയുന്ന ഒരു ഡേറ്റ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. then അത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ചതാണ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ഡേറ്റ ടൈപ്പാണുള്ളത്. അതിൽ നെയിം, അഡ്രസ്സ്, അങ്ങനെ നമ്മൾ സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നതെല്ലാം വാർക്യാർ, ഒരു ഡേറ്റ് പോലെ കൊടുക്കുന്നത് ഡേറ്റ്, ഇൻറ്റീജർ വാല്യൂസ് എല്ലാം ഇൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കതിന് സൈസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഏജ് ഒക്കെ ആണെങ്കിൽ 2 ഡിജിറ്റാണ് അതിനകത്ത് വരിക. സോ ഇൻറ്റ് ഓഫ് 2 എന്ന് കൊടുക്കാം. വാർക്യാർ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു നെയിമിന് വാർക്യാർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൊടുക്കാം. 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 വരെ ലെങ്ത് വരുന്ന ഒരു നെയിം നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ കറസ്പോണ്ടിങ് എന്തെന്ന് പറയുന്നത് വാർക്യാർ എന്ന് പറയുന്നത്. ഡേറ്റിനാണെങ്കിൽ കറസ്പോണ്ടിങ് സൈസ് സ്പെസിഫിക്കേഷൻ ഒന്നും ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ടേബിൾ നെയിം, ദെൻ അതിനകത്ത് ആ ടേബിളിനകത്ത് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീൽഡ് ഉണ്ടോ ആ ഫീൽഡുകളുടെ പേര്, അതിൻ്റെ കറസ്പോണ്ടിങ് ടേബിൾ നെയിം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്ന ടേബിൾ, എംപ്ലോയി, ആ ടേബിളിനകത്ത് എംപ്ലോയിയുടെ ID ഉണ്ടാവും, എംപ്ലോയിയുടെ നെയിം ഉണ്ടാവും, ദെൻ എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ ഉണ്ടാവും, ദെൻ എംപ്ലോയി സാലറി ഉണ്ടാവും, ദെൻ ലാസ്റ്റ് എംപ്ലോയിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ആ ടേബിൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതിൽ എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ഡെസിഗ്നേഷൻ, എംപ്ലോയി സാലറി, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്നതാണ് കോളം
എന്ന രീതിയിൽ അല്ലെങ്കിൽ ഫീൽഡ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ID എന്ന് പറയുമ്പോൾ ഒരു നമ്പറാണ്, വേണമെങ്കിൽ നമുക്ക് ഇൻറ്റിജർ ഓഫ് 10 അല്ലെങ്കിൽ ഇൻറ്റിജർ ഓഫ് 5 എന്ന് കൊടുക്കാം. എംപ്ലോയി നെയിം എന്ന് പറഞ്ഞാൽ വാർക്കിയർ ഓഫ് 10 കൊടുക്കാം. എംപ്ലോയി ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് വാർക്കിയർ ഓഫ് 50 കൊടുക്കാം. എംപ്ലോയി സാലറി എന്ന് പറയുന്നത് ഡിജിറ്റ്സ് കൂടുതലാണെങ്കിൽ നമുക്ക് എംപ്ലോയി സാലറി ഇൻറ്റ് ഓഫ് 10 എന്ന് കൊടുക്കാം. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പർ, ഡിപ്പാർട്ട്മെൻറ്റ് നെയിമാണ്. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും, ഡെവലപ്പർ, ടീം ലീഡേഴ്സ്, പ്രോഗ്രാമർ, പ്രൊജക്റ്റ് കോർഡിനേറ്റർ, അങ്ങനെ കുറേ ഡെസിഗ്നേഷൻസ് ഉണ്ടല്ലോ, ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ. അപ്പോൾ അത് ഡെസിഗ്നേഷൻസ്. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, ഡെവലപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ, പിന്നെ ഡിസൈൻ ആണോ, അങ്ങനെ ഓരോന്ന് കൊടുക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ക്രിയേറ്റ് ടേബിൾ, ദെൻ ടേബിളിൻ്റെ പേര് എംപ്ലോയി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽഡുകൾ എംപ്ലോയി ID ഇൻറ്റ് ഓഫ് 10 എന്ന് കൊടുത്തു, കോമ എംപ്ലോയി നെയിം വാർക്കിയർ ഓഫ് 20 കൊടുത്തു, എംപ്ലോയി ഡെസിഗ്നേഷൻ വാർക്കിയർ ഓഫ് 50 കൊടുത്തു, എംപ്ലോയി സാലറി ഇൻറ്റ് ഓഫ് 20 കൊടുത്തു, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് വാർക്കിയർ ഓഫ് 20, എന്നിട്ട് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ കൊടുത്തു. അന്നേരം ഈ ടേബിൾ ആ ഒരു കറസ്പോണ്ടിങ് ലോക്കൽ ഹോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ലോക്കൽ സെർവറിൽ എംപ്ലോയി എന്ന് പറയുന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ എഴുതുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. ആ ഒരു SQL ഫീൽഡിൽ നിന്ന് എടുക്കുമ്പോൾ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു, അതിൽ ലെഫ്റ്റ് പാർട്ടിലാണ് ഇത് എഴുതുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാൻ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇൻസേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം, ടേബിൾ നെയിം നമ്മൾ പറയുന്ന, ഇപ്പോൾ എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി എന്ന് പറഞ്ഞ് കൊടുക്കും. ടേബിൾ നെയിം നമ്മൾ കൊടുക്കുന്ന ടേബിൾ നെയിം ഇൻറ്റു ടേബിൾ നെയിം വാല്യൂസ്. അതിനകത്ത് ഇൻറ്റിജർ ആണെങ്കിൽ ജസ്റ്റ് 201 എന്ന് കൊടുത്തു. നെക്സ്റ്റ് നെയിം ആണെങ്കിൽ അതൊരു ഡബിൾ കോട്ട്സിനകത്തൊരു പേര് കൊടുക്കുക, കോമ. ഡെസിഗ്നേഷൻ ആണെങ്കിലും വാർക്കിയർ ആയതുകൊണ്ട് നമ്മൾ ഡബിൾ കോട്ട്സ് കൊടുത്തു. സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കൊടുക്കണമോ അത്രയും കൊടുക്കുക, കോമ. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രിങ് ആയിട്ട് കൊടുത്തു, സെമിക്കോളൻ കൊടുത്തു. അന്നേരം കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, ആ ഒരു റോ മൊത്തത്തിൽ എവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും, എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ മൾട്ടിപ്പിൾ ഇൻസേർട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. അപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. എംപ്ലോയി എന്ന് പറയുന്നൊരു ടേബിളുണ്ട്. ആ ടേബിളിന് നമ്പർ, എംപ്ലോയി ID, നെയിം, ഡെസിഗ്നേഷൻ, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 5 ഫീൽഡുണ്ട്. 5 ഫീൽഡിലേക്ക് നമ്മളൊരു 5 റോസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഈ 5 റോസ് ക്രിയേറ്റ് ചെയ്തു കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇത്രയും എഴുതി ബിൽഡ് സ്കീമ കഴിഞ്ഞതിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം നമ്മളെ ടേബിളിൻ്റെ പേരായ എംപ്ലോയി സെമിക്കോളൻ അതടിച്ചിട്ട് താഴെ റൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് റൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടേബിളിനകത്ത് നമ്മൾ 5 റോ ക്രിയേറ്റ് ചെയ്തില്ലേ, ആ 5 റോയും അതുപോലെ ആ ടേബിളിൻ്റെ എംപ്ലോയി ID, നെയിം, ഡെസിഗ്നേഷൻ, സാലറി, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന 5 രീതിയിൽ ഫീൽഡ് ആക്കിയിട്ട് 5 ഫീൽഡിന് കീഴെയായിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത എല്ലാ വാല്യൂസും കാണിക്കും. ഇനി സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ടേബിളിനകത്തുള്ള എല്ലാം സെലക്ട് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് സെലക്ട് സ്റ്റാർ. ഇവിടെ നമുക്ക് സ്റ്റാറിന് പകരം സെലക്ട് എംപ്ലോയി നെയിം, നമ്മൾ ആ ഫീൽഡിൽ യൂസ് ചെയ്യുന്നത് മാത്രമേ ഇതിനകത്ത് ക്വസ്റ്റ്യനകത്തും പറയാൻ പാടുള്ളൂ. അപ്പോൾ എംപ്ലോയി നെയിം അത് നിങ്ങൾ എങ്ങനെയാണോ അതിനകത്ത് എഴുതിയേക്കുന്നത് അതുപോലെ യൂസ് ചെയ്യുക. എംപ്ലോയി നെയിം അതുപോലെ എംപ്ലോയി ID എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒറ്റ വേർഡാക്കി തന്നെ എഴുതാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരുക്കി EMP ID, EMP നെയിം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. 2 ഫീൽഡ് ആക്കുക, 2 സെപ്പറേറ്റ് ചെയ്യരുത്. ഒന്നുകിൽ അണ്ടർസ്കോർ യൂസ് ചെയ്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചേർത്ത് ഒരു വേരിയബിളായിട്ട് തന്നെ എഴുതുക. എന്നിട്ട് ആ എംപ്ലോയി ID അല്ലെങ്കിൽ എംപ്ലോയി നെയിം ഡിസ്പ്ലേ ചെയ്യിക്കാൻ സെലക്ട് എംപ്ലോയി നെയിം
ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിലെ എംപ്ലോയിയുടെ നെയിം വരുന്ന ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു കോളം മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കുക. അങ്ങനെ ഏത് കോളം വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള ഓപ്ഷനാണ് സെലക്ട് എന്ന് പറയുന്ന കമാൻഡ്. അപ്പോൾ സെലക്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓപ്ഷനാണ്. സെലക്ട് കഴിഞ്ഞിട്ട് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടേബിളിനകത്തുള്ള എല്ലാം അത് വേണ്ട ഏതെങ്കിലും ഒക്കെയാണ് വേണ്ടുന്നതെങ്കിൽ അത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഫ്രം എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആ ഒരു കോളംസുകൾ മാത്രം ഡിസ്പ്ലേ ചെയ്യിക്കും. അതാണ് സെലക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ നിങ്ങളുടെ